ഇനിയിപ്പോൾ തമിഴ്നാട്ടിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും, നമ്മളുടെ അയൽ സംസ്ഥാനം. അപ്പോൾ അവിടുത്തെ കുറച്ച് റിപ്പോർട്ടുകൾ നമുക്ക് തുടർച്ചയായി കണ്ടുവരാം. തമിഴ്നാട്ടിലെ തേനിയിൽ ഒക്കച്ചെങ്ങാതിമാരുടെ ചേരിപ്പോരാണ്. മുൻപ് AIADMKയിൽ ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്ന 3 പേരാണ് ഇപ്പോൾ 3 പാർട്ടികളായി തേനിയിൽ ഏറ്റുമുട്ടുന്നത്. DMK, AIADMK, AMMK എന്നീ കക്ഷികൾ തമ്മിലാണ് പ്രധാന മത്സരം തേനിയിൽ. TTV ദിനകരൻ, തങ്കത്തമിഴ് ചെൽവൻ, നാരായണസ്വാമി ഒരു കാലത്ത് AIADMKയുടെ പ്രമുഖ നേതാക്കളായിരുന്നു. ഇന്ന് ഈ 3 പേർ തേനി മണ്ഡലത്തിൽ ആദ്യമായി ത്രികോണ മത്സരത്തിന് വഴിതെളിച്ച സ്ഥാനാർത്ഥികളാണ്. ജയലളിതയുടെ മരണശേഷമാണ് ഒരു കക്ഷിയിലായിരുന്നവർ 3 ചേരിയിലാകുന്നത്. 2018-ൽ TTV ദിനകരൻ അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചു. TTVയുടെ വിശ്വസ്തനായിരുന്ന തങ്കത്തമിഴ് ചെൽവനും ഒപ്പം കൂടി. എന്നാൽ ആ കൂട്ടുകെട്ട് അധിക നാൾ ഉണ്ടായിരുന്നില്ല. തങ്കത്തമിഴ് ചെൽവൻ നേരെ DMKയിലേക്ക് ചെക്കേറി. അപ്പോഴും മാറ്റമില്ലാതെ തുടർന്നത് നാരായണസ്വാമിയാണ്. ADMKയിൽ തന്നെ ഉറച്ചു നിന്നു. 3 പേരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ DMK സ്ഥാനാർത്ഥി തങ്കത്തമിഴ് ചെൽവൻ മത്സരിക്കുന്നത്. மத்தியில் ஆளுகின்ற மோடி ஆட்சி அது ஜனநாயகத்தை பாதுகாக்க தவறிய ஆட்சி. இந்திய அரசியலமைப்பு சட்டத்தில் மதசார்பின்மை என்ற மாண்பினை அந்த மாட்சிமையை பாதுகாக்க தவறிய ஆட்சி. அரசியலமைப்பு சட்டத்தையே கொச்சைப்படுத்துகின்ற ஒரு ஆட்சி. ஜனநாயகம் புதைக்கப்பட்டிருக்கின்றது, சமூக நீதி மறுக்கப்பட்டிருக்கின்றது. இதெல்லாம் மக்கள் மத்தியிலே பெரிய கொந்தளிப்பை ஏற்பட்டு இந்தியா கூட்டணி வெற்றி பெறுவதற்கு இதுவெல்லாம் ஒரு காரணமாக மோடி ஆட்சி செய்த தவறு காரணமாக அமைந்திருக்கின்றது. ADMKയുടെ കയ്യിലാണ് നിലവിൽ തേനി മണ്ഡലം. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി O പനീർശെൽവത്തിന്റെ മകൻ P രവീന്ദ്രനാഥാണ് സിറ്റിംഗ് MP. ആ ആത്മവിശ്വാസമാണ് നാരായണസ്വാമിക്ക്. ADMK தான் வரும். ஏன்னு சொன்னா இவங்க 2 பேரும் சாதி பிரச்சனைகள் இருக்காங்க. அதனால ADMK தான் வாய்ப்பு இருக்கு. கூட நைனா அவர் தான் வருவார், எழுதி வச்சுக்கோங்க. നൈന ഒരുത്തർ തേനിക്കാരൻ നാരായണസ്വാമി. ജനകീയ നേതാവ് എന്ന പേരാണ് TTV ദിനകരന്റെ മേൽക്കൈ. BJP പിന്തുണയോടെയാണ് മത്സരം. மக்கள் பூரா ஆர்வமாக இருக்காங்க. ஏற்கனவே டிடிவி நிறைய நல்லது செஞ்சுருக்காரு. 10 வருஷத்துக்கு முன்னாடி எம்பியாக இருந்து பாராளுமன்றத்தில் MP ஆகி ஜெயிச்சிருந்து நல்லது செஞ்சுருக்காரு. பார்லமெண்ட் ராசவ எம்பியாக இருந்து மக்களுக்கு நிறைய நல்லது செஞ்சுருக்காங்க அம்மா காலத்தில். இன்றைக்கும் நல்லது செய்வார். அவர் நல்லவர். அவர் மாபெரும் வெற்றி வருவார். 3 ലക്ഷം വോട്ടിൽ വെറ്റി വരുവാർ. അവസാന മണിക്കൂറിൽ തേനി മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ വോട്ടർമാർ പ്രവചിക്കുന്നുണ്ട്. എന്തായാലും ത്രികോണ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം. തേനിയിൽ നിന്നും ഹരീഷിനും സുനിലിനുമൊപ്പം രാഹുൽ വിജയൻ, 24.